പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ വിജയഗാഥ MLA എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും കേരളത്തെ അടയാളപ്പെടുത്തിയ പിണറായി വിജയൻ, ആ പിണറായി വിജയൻ ഇതാ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തേക്ക് എത്തുകയാണ്. സന്തോഷം. ഈ ഭൂമിക വളരെ പ്രധാനപ്പെട്ടതാണ്. പിണറായി, പാറപ്രം പിണറായിയിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തുടക്കം. ആ തുടക്കത്തിൻ്റെ ഏറ്റവും വലിയ നിദാനമായ നാന്ദിയായ ദിശകളിലൂടെയാണ് ഇന്ന് രാജ്യം തന്നെ നീങ്ങുന്നത്. അങ്ങനെ രാജ്യം നീങ്ങുമ്പോൾ രാജ്യത്തെ വർഗീയ സംഘപരിവാർ ശക്തികൾക്കെതിരെ ഒരൊറ്റ തുരുത്തായി നിന്ന് രാജ്യത്ത് മാതൃക തീർക്കുന്നത് ഈ കേരളമാണ്. അങ്ങനെയുള്ള ഈ കേരളത്തെ നയിക്കേണ്ടത് ഈ മനുഷ്യനാണ്, മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ് എന്നുറക്കെ അവർ മുദ്രാവാക്യത്തിലൂടെ അവരുടെ സ്നേഹവായ്പിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 2016 ആ 1-ാം നമ്പർ കാറിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഒരു പൊതുനിരീക്ഷണം, നിഷ്പക്ഷ നിരീക്ഷണത്തിൽ നമ്മളൊന്നും കരുതിയിരുന്നില്ല ഇത്ര വലിയൊരു വിപ്ലവകരമായ മാറ്റത്തിനാണ് തുടർന്നുള്ള നാളുകൾ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്, കേരളം അനുഭവിക്കാൻ പോകുന്നതെന്ന്. അന്ന് വരെ ഉണ്ടായിരുന്ന റോഡുകൾ അല്ലെങ്കിൽ നിർത്തിപ്പോയിരുന്ന ദേശീയപാതകൾ ഒക്കെ ഇതാ സുഗമമായി എത്തുന്നു. തീരദേശ ഹൈവേ, മലയോര ഹൈവേ, പിന്നീട് ഓരോ ഘട്ടങ്ങളും ഓർമ്മയില്ലേ? പ്രളയവും ഓക്കിയും കോവിഡ് ദുരന്തവുമൊക്കെ. അന്ന് കരുത്തിൻ്റെ കൽഹാരമായി ഈ മനുഷ്യനായിരുന്നു നമ്മെ നയിച്ചത്. കേരളത്തെ ലോകത്തിൻ്റെ നെറുകയിലെ മാതൃകയിലേക്ക് ഉയർത്തുന്ന രീതിയിലേക്ക് കേരളത്തെ മാറ്റിയത്. അങ്ങനെ ഓരോ പടികളിലും കേരളം നേരിട്ട പ്രതിസന്ധികളെ അതിജീവിക്കുന്നു. കേരളം ലോകത്തിന് മാതൃകയായ രീതിയിലെ പടവുകൾ സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിച്ച പടവുകളുടെയും സുസ്ഥിര വികസനത്തിൻ്റെയും തുടർ വികാസമാണ്, തുടർ ഭരണമാണ് ഒരു പക്ഷേ കേരളം ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ധർമ്മടത്തൊരു പരിച്ഛേദമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ മുഖ്യമന്ത്രി തൻ്റെ മണ്ഡലമായ ധർമ്മടത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ ധർമ്മടം, പിണറായി, പാറപ്രം, അറിയാം, ചരിത്രപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും നിർണായക മുഹൂർത്തമായ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം. അവിടേക്ക് കൂടിയാണ് ഈ ചരിത്ര നിമിഷത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് 3-ാം ഭരണത്തിലേക്ക് കൂടി എത്തുന്നതിന് നാന്ദിയാകുന്ന ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ, ഇടതുമുന്നണിയെ നയിക്കാൻ ഇതാ കേരളത്തിൻ്റെ ക്യാപ്റ്റൻ, കരുത്തിൻ്റെ കൽഹാരം പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, ഇടതുമുന്നണിയെ ആകെ നയിക്കുന്ന ക്യാപ്റ്റൻ പിണറായി വിജയൻ ഇതാ ധർമ്മടത്തേക്ക് എത്തുന്നത്. അവിടെ ധർമ്മടത്തെ ജനങ്ങൾ കാട്ടുന്ന സ്നേഹവായ്പകൾ, അവരുടെ ഹൃദയങ്ങൾ, അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഒക്കെ കേവലമായ ആ പ്രദേശത്തിൻ്റേതല്ല, അത് കേരളത്തിൻ്റെ മുഴുവൻ പരിച്ഛേദത്തിൻ്റെ പ്രതിധ്വനികളാണ്. ആ അർത്ഥത്തിലാണ് കേരളം അടയാളപ്പെടുത്തുന്നത്. കാരണം പുരോഗതിയുടെ കാര്യത്തിൽ, സാമൂഹിക ക്ഷേമ സംബന്ധിയായ കാര്യത്തിൽ കേരളത്തെ മാതൃകയാക്കാവുന്ന, ലോകോത്തര മാതൃകയാക്കാവുന്ന നിരവധി മേഖലകളിൽ ഒക്കെ ഇടപെട്ട് മാതൃകയാക്കി അതിലേക്ക് നയിച്ച ക്യാപ്റ്റൻ, കരുത്തിൻ്റെ കൽഹാരം പിണറായി വിജയൻ ഇതാ തൻ്റെ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. ഇത് കേവലം ഒരു മണ്ഡലമോ അല്ലെങ്കിൽ ഒരു MLAയോ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് ഉയരുന്ന കേരളത്തിൻ്റെ ചരിത്ര മുഹൂർത്തമായി കൂടി മാറുന്നത് മറ്റൊന്നും കൊണ്ടല്ല. സന്തോഷം. ഇപ്പോൾ എവിടെയാണ് കൃത്യമായി പിണറായി വിജയൻ എത്തിയിരിക്കുന്നത്? സന്തോഷം.
തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇടതുപക്ഷത്തിൻ്റെ ക്യാപ്റ്റൻ പിണറായി വിജയൻ, കേരളത്തിൻ്റെ ക്യാപ്റ്റൻ പിണറായി വിജയൻ ഇതാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടുത്തെ ജനതതി ഒന്നാകെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഖ്യമന്ത്രി എന്ന നിലയിൽ കൂടി വിജയഗാഥ രചിച്ച് കേരളത്തെ ലോകത്തിൻ്റെ നെറുകയിലെ മാതൃകയാക്കി മാറ്റിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതിന് നേതൃത്വം നൽകിയ പിണറായി വിജയൻ, ക്യാപ്റ്റൻ പിണറായി വിജയൻ, കപ്പിത്താൻ പിണറായി വിജയൻ ഇവിടെ ഇതാ ജനങ്ങളുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി രാഷ്ട്രീയ ചരിത്ര മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയ പിണറായി വിജയൻ, അതായത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവനെപ്പോലും ജീവിതത്തെപ്പോലും തകർത്ത് കളയാൻ സംഘപരിവാറിൻ്റേതടക്കം എതിർ രാഷ്ട്രീയ കക്ഷികൾ, കോൺഗ്രസിൻ്റെയും സംഘപരിവാറിൻ്റെയും ഒക്കെ എതിർ രാഷ്ട്രീയ കക്ഷികളൊക്കെ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ പോലും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയത് നമുക്കറിയാവുന്നതാണ്. അത് കേരളത്തിൽ അടയാളപ്പെടുത്തിയതാണ്. അത്തരം അടയാളപ്പെടുത്തലുകളെ ഒക്കെ അതിജീവിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു, കൈ ഉയർത്തി മുഷ്ടി ചുരുട്ടി.